എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ്. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും. എന്ത് പറ്റി തോമസേ? ഇന്നത്തെ കണ്ടില്ലേ? നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചുവെന്നാണ് നടിയുടെ പരാതി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. അന്വേഷണ സംഘത്തിലെ ജി പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്ക്രെ എന്നിവർ പരാതിക്കാരിയുമായി നേരിട്ട് സംസാരിച്ചു. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത് സത്യം. അയ്യോ പിടിപ്പിക്കില്ല സാർ. അപ്പോ ചടങ്ങ് കഴിയുന്നതുവരെ ഒരു മേളം തന്നെ ആയിരിക്കും. ജയസൂര്യ വീണ്ടും കുരുക്കിലാവുകയാണ്. ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല ജയസൂര്യയുടെ പേര് ഇതിൽ പരാമർശിക്കപ്പെടുന്നത്. വീണ്ടും ഞാൻ നിഷേധിക്കുന്നില്ല. ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു പരാതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയേണ്ടതാണ്. അതായത് മീഡിയയിലൂടെ ഒന്നും വെളിപ്പെടുത്തൽ നടത്താത്ത സ്ത്രീകൾ കൂടി പരാതിയുമായി എത്തുന്നു എന്നുള്ള കാര്യം കൂടി പറയേണ്ടതാണ്. എന്താണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം? ജയസൂര്യ തിരക്കിലാകുമെന്നാണ് തോന്നുന്നത്. കാരണം രണ്ടാമത്തെ പരാതിയാണ് ജയസൂര്യക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഉറക്കം വരുന്നു. ആദ്യത്തെ പരാതി കൊച്ചിയിലുള്ള ഒരു നടി പോലീസിന് നൽകിയിരുന്നു. ആ പരാതിയിൽ ഇന്നിപ്പോൾ കേസെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. രണ്ടാമത്തെ പരാതിയാണ് ഇന്നിപ്പോൾ ജയസൂര്യക്കെതിരെ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതായത് 2013 തൊടുപുഴയിൽ വെച്ച് ഒരു സിനിമാ സെറ്റിൽ ജയസൂര്യ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമാ സെറ്റിൽ വെച്ചുകൊണ്ട് തന്നെ കടന്നു പിടിച്ചു ജയസൂര്യ എന്നുള്ളതാണ് നടി ആരോപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം. ഈ കാലവും കടന്നുപോകും. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.